ബൈത്തുൽ മുഖദ്ദസിൻ്റെ പ്രാന്തങ്ങളിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് തന്നെ മറ്റൊരു കാര്യവും കൂടി അതുപോലെ പറഞ്ഞു, ഇതു സത്യമാണെന്ന് നിങ്ങൾക്ക് വർത്തമാനത്തിൻ്റെ ദൃശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകുമെങ്കിൽ മറ്റൊന്നുകൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന നാൾ വരില്ല, ഈ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ സത്യവിശ്വാസികൾ ജയിക്കുകയും ഒളിച്ചോടുന്നവനെപ്പോലും തിരിച്ചു കാണിച്ചു കൊടുക്കാൻ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും തയ്യാറാകുകയും ഗർഖദെന്ന മരച്ചില്ലകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ളിടങ്ങളിൽ നിന്നെല്ലാം അവൻ ഉച്ചാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലം വരാതെ ഖിയാമത്ത് നാൾ വരില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഹദീസുകളെ ഞാനിങ്ങനെ വച്ചുകൊണ്ട് പറയുന്നത്, ആ പോരാട്ടവീര്യം അവസാനിക്കാത്ത വിധം ഇന്നും ഏറ്റവും ഭീകരമാം വിധമുള്ള ആക്രമണത്തിൻ്റെ മുമ്പിലും അവർ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയുടെ അത്ഭുതം കണ്ടുകൊണ്ടാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ജീവിതകാലത്തിൻ്റെ ഭീകരമായ പീഡനങ്ങളുടെ കഥ പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കളിൽ ചിലർ, മഹാനായ ജഅ്ഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു മുഅത്തത്ത് യുദ്ധത്തിൽ ഈ പലസ്തീൻ്റെ ചാരെ ജോർദാൻ്റെ ഭൂമികയാണ് മുഅത്തത്ത്. ലോകത്ത് ആദ്യമായി ഇസ്ലാം പുറത്തേക്ക്, അതായത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ ഹിജാസ് വിട്ട് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം പോയ സ്ഥലമാണ് മുഅത്തത്ത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഒരുപറ്റം ദൂതന്മാരെ അയച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനായിരുന്നു. പക്ഷേ ആ ദൂതന്മാരിൽ ഒരാളെ കൊന്നു. സ്വാഭാവികമായും രാജ്യാന്തര മര്യാദകൾ അനുസരിച്ച് പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൂരകൃത്യത്തിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈന്യത്തെ അയച്ചു. 3000 പേരെയാണ് വിട്ടത്. 3000 പേരെ വിടുമ്പോൾ പോലും അവിടെ കാണാൻ കഴിയുന്നൊരു വികാര വിജൃംഭിതമായൊരു രംഗമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണ്. നബി തിരുമേനി പറയുന്നു, നിങ്ങൾ മുഅത്തത്തിലേക്ക് പോകണം. അവിടെ ആരാ നേതാവാകേണ്ടത്? ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്, മറ്റൊരാൾ ജഅ്ഫർ ബിൻ അബി താലിബാണ്. ജഅ്ഫർ ബിൻ അബി താലിബ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹും, സെയ്ദും അബ്ദുല്ലയും ജഅ്ഫർ ബിൻ അബി താലിബും 3 പേരും കഴിയുമ്പോഴാണ് പുണ്യനബി പറഞ്ഞു, പിന്നെ ഈ പരിശുദ്ധ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെ കൊണ്ടുവരും, അയാളാൽ ആ യുദ്ധം വിജയിക്കുകയും ചെയ്യും എന്ന് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധം അങ്ങനെയായിരുന്നു. ജഅ്ഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു റവാഹയും സെയ്ദ് ബിൻ ഹാരിസയും ഈ മുഅത്തത്തിൻ്റെ ചാരെ നമ്മളവിടെ ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും. വല്ലാത്ത ഒരു വൈകാരികമായ ഒരു സാന്ദ്രതയുണ്ട് മഹാന്മാരായ സ്വഹാബാക്കളുടെ ഖബറിൻ്റെ ചാരെ നിൽക്കുമ്പോൾ. കാരണം ജഅ്ഫർ ബിൻ അബി താലിബ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊയ്യാർ, സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന പറവയാണ് എന്ന് വിളിച്ചയാളാണ്. അങ്ങനെ വിളിക്കപ്പെട്ടയാളാണ് സയ്യിദുനാ ജഅ്ഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇങ്ങനെ ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ജൂത സഹോദരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബോധ്യമായോ? മുഹമ്മദ് നബിയാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അബ്ദുല്ല, നിങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മിഠായി കിട്ടാനുള്ള സന്തോഷം പോലെ, ഒരു കുട്ടിയെപ്പോലെ തുള്ളിക്കളിക്കുന്ന പോലെ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സദഖല്ലാഹു വറസൂലുഹു, സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവൻ്റെ റസൂലും പറഞ്ഞത് എത്ര സത്യമാണ്. അല്ലാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞത് സത്യമായതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ആ പോരാട്ടത്തിന് പോകുന്നത് എന്നായിരുന്നു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു. ആ യുദ്ധത്തിൽ ഈ മഹാന്മാർക്ക് ശേഷം സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ പോരാട്ടം, ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന റോമൻ സൈന്യവുമായി നടത്തിയ പോരാട്ടം, അത് ജയിക്കുന്ന വിധം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ ഹിജാസിൻ്റെ പുറത്തുള്ള യുദ്ധം ജയിക്കും നമ്മൾ കാണുന്നു. അവിടെ ജഅ്ഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലതുകരം ഛേദിക്കപ്പെട്ടു. ശേഷം ഇടതുകരം ഛേദിക്കപ്പെടാൻ പോകാൻ.
രണ്ടു കരങ്ങളിൽ നിന്ന് തൻ്റെ പതാക കൃത്യമായി പിടിക്കാനാകാതെ ഒരു കൈ ഇങ്ങനെ ഈ ഛേദിക്കപ്പെട്ട കൈ തൂങ്ങിക്കിടക്കുമ്പോൾ ആ കൈകളിൽ കാലു ചവിട്ടി വച്ചിട്ട് ആ തൊലിയും കൂടി ചേർത്ത് ഇങ്ങനെ പറിച്ചു കളയുന്ന വിധം അങ്ങനെ വല്ലാത്തൊരു അത്ഭുതകരമായ പോരാട്ടം ജഅഫർ റളിയല്ലാഹു അൻഹു നടത്തുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകും, മനുഷ്യ സാധ്യമോ എന്ന്. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ കാണാൻ മനുഷ്യ സാധ്യമെന്ന് പറയാൻ പറ്റും വിധം, അത്രമേൽ ധീരമാം വിധം ഇന്ന് പലസ്തീനിലെ മുസ്ലിങ്ങളും പലസ്തീനിലെ പോരാളികളും നടത്തുന്ന പോരാട്ടത്തിൻ്റെ പോർവീര്യം നമ്മൾ കാണാം. നാളെ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ, ഇന്ന് ഒരുപക്ഷെ ബോംബിങ്ങിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോൾ എൻ്റെ പേര് ഹയ എന്നാണെന്ന് എഴുതി വെക്കുന്ന കുഞ്ഞു മക്കളെപ്പോലും നമ്മൾ കേൾക്കുകയാണ്. എൻ്റെ പേരെഴുതി വച്ചിട്ട് ആ എഴുതി വെക്കപ്പെട്ട പേര് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ തിരിച്ചറിയാൻ ആവശ്യമാണെന്ന് പറയുന്ന വിധം ജീവിച്ചും ഷഹീദായും പോയിട്ടുള്ള മക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ഭുതകരമായിട്ടുള്ള പോരാട്ടവീര്യം എന്ന്. ആ അത്ഭുതകരമായ പോരാട്ടവീര്യം അവരിപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അവർക്ക് സലാമത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യാൻ പോലും കഴിയാത്ത വിധം നാം സത്യത്തിൽ പരിഹാസ്യരാണ്. എന്തുകൊണ്ടെന്നാൽ അവിടേക്ക് എത്താനാവുന്നില്ല. ഏതർത്ഥത്തിൽ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള ബോധ്യങ്ങളിലേക്ക് നമുക്ക് എത്താനാവുന്നില്ല. അഷ്റഫുൽ ഖൽഖ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ അല്ലമത്തു ഉമ്മത്തിയ ദീനാറ വ ദറാഹിം, എൻ്റെ സമുദായം ദീനാറും ദിർഹമുകളുമൊക്കെ പൂജിക്കാൻ തുടങ്ങുന്ന കാലം വന്നാൽ, എന്ന് പറഞ്ഞാൽ പണത്തിൽ അടയിരുന്ന് അങ്ങനെ കൂടുതൽ സമ്പത്ത് അത് ലഭ്യമാകാൻ വേണ്ടിയുള്ള പണിയെടുത്തു കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയിൽ എൻ്റെ സമുദായം എത്തിയാൽ, നുസിഅത്ത് മിൻഹ ഹൈബത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹൈബത്ത് അവരിൽ നിന്ന് വലിച്ചൂരിയെടുക്കപ്പെടും. ഇസ്ലാമിൻ്റെ ഹൈബത്ത് അവരിൽ നിന്ന് വലിച്ചൂരിയെടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ ആ സംസ്കൃതിയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ബഹുമാനം പോലും നിങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് വലിച്ചൂരിയെടുക്കപ്പെടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ തറക്കൂ അൽ അംറ ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള അവരുടെ ആർജവം അത് നഷ്ടപ്പെട്ടു പോയാൽ, അപ്പോൾ അതുവഴി ഹുർരിമു ബറക്കത്തൽ വഹി, വഹിയിൻ്റെ ബറക്കത്ത് അവരിൽ നിന്ന് നിഷേധിക്കപ്പെടും, അവർക്കത് ഉണ്ടാവുകയില്ലെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉള്ളടക്കം. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ നമ്മൾ അത്ഭുതത്തോടെ കാണുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, സത്യവിശ്വാസികളിൽ ചില ആൺകുട്ടികളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അവരല്ലാഹുമായി ചെയ്ത കരാറുകളിൽ അവർ സത്യസന്ധരായി നിലകൊള്ളും. അവരല്ലാഹുമായി ചെയ്ത കരാറിൽ അവർ സത്യസന്ധരായി നിലകൊള്ളും. അവരാ കാര്യം ഏറ്റെടുത്തു ജയിക്കും. ഉഹദിൻ്റെ രണാങ്കളത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, സിദ്ദീഖും ഫാറൂഖും റളിയല്ലാഹു തആല അൻഹുമ അവരൊക്കെ നിൻ്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന ധർമ്മം, നിൻ്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ വലുതാണ്. കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും നോക്കാതെ കൊടുക്കായിരുന്നു അവർ. അവരുടെ സമ്പത്ത് മുഴുവൻ അങ്ങ് കൊടുത്തു. ചിലരവസാനം ചാക്കൊടുത്തു നിൽക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വസ്ത്രമുടുക്കാനില്ലാതെ ചാക്കൊടുത്തു നിന്നു. ആകാശത്തെ മാലാഖമാർ പോലും ആ ചാക്കൊടുക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത്രമേൽ തൻ്റെ സ്വത്തിനെ സകലതിനെയും കൊടുത്തവരാണവർ. പക്ഷെ ഹംസക്ക് മറ്റൊന്നുമില്ല. ഹംസക്ക് അങ്ങനെ സമ്പത്തില്ല. ഹംസക്കൊരു മാംസലമായ ശരീരമുണ്ട്. ആ മാംസലമായ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിൻ്റെ പരിശുദ്ധ ദീനിനു വേണ്ടി അങ്ങ് ചെലവഴിക്കാനാണ് ഞാനിന്ന് ഉഹദിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. ആ പരിശുദ്ധമായ ജീവിതത്തെ ഓർത്തു പറയുകയാണ് ഖുർആൻ. ചില ആൺകുട്ടികളുണ്ട്, സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അവരല്ലാഹുമായി ചെയ്ത കരാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി ചെയ്തിട്ടുള്ള അവരുടെ കരാർ അവർ പാലിച്ചു. എന്നാലോ ഫമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ, ചില ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആ നേർച്ചക്കടം വീട്ടിപ്പോയി. പക്ഷേ ഇനിയും അങ്ങനെ ലോകാവസാനം വരെ നിലകൊള്ളുന്ന ഒരു ജനതയുണ്ടെന്നർത്ഥം. വമിൻഹും മൻ യന്തളിർ,
പിന്നെയും അത് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അവരവരുടെ കാര്യത്തിലെ അവരുടെ തീരുമാനത്തെ മാറ്റിമറിക്കുന്നവരല്ലെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ സഹായിക്കട്ടെ. അവിടെ മുസ്ലിങ്ങൾ മാത്രമാണെന്നൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്. അവിടെയുള്ള അറബ് സമൂഹത്തിലെ 20% വരുന്നവരും ക്രൈസ്തവരാണ്. വേണമെങ്കിൽ അതിലെയും 2% ആളുകൾ ഈ ദുരന്തങ്ങളും ഈ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ജൂതന്മാരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം സംഭവിക്കുന്ന ദുരന്തം പോലെ ചില ആളുകൾ ആഘോഷിക്കുമ്പോഴാണ് 500 കൊല്ലം പഴക്കമുണ്ടായിരുന്ന ക്രൈസ്തവ ചർച്ചിൽ ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന സമയത്താണ്, അഭയം തേടി ചെന്ന് നിൽക്കുന്ന നേരത്താണ് അവിടേക്ക് ഇസ്രയേൽ ബോംബിട്ടത്. ഗസയിൽ 500 കൊല്ലം നീണ്ട കാലങ്ങളുടെ ഒരു വലിയ പാരമ്പര്യമുണ്ടായിരുന്നിടത്താണ് അങ്ങനെ ഒരു ബോംബേറിലൂടെ, അങ്ങനെ ഒരു ബോംബിങ്ങിലൂടെ കൊല ചെയ്യപ്പെട്ട 10-20 ആളുകളുടെ കഥ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി ചെന്നു നിൽക്കുന്നിടത്ത് ഏറ്റവും കൂടുതലുള്ള ക്രൈസ്തവ സഹോദരന്മാർ ജീവിക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ള ചർച്ചാണ് ബോംബിട്ടത്. ഞാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിലെ ആർക്കും സന്തോഷിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ എല്ലാവരുമുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെ ചേർന്നു നിന്നവരുടെ ഒരു ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അത് ഇസ്ലാമിക ചരിത്രത്തിലാണ്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിതമായി നിൽക്കേണ്ടി വന്ന ഒരു സമൂഹം ജൂതന്മാരായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അവരങ്ങനെ പീഡിതരായ കാലത്തൊക്കെ അവർക്ക് രക്ഷ നൽകിയവരാരാ? എന്താ ചരിത്രം പറയുന്നത്? ചരിത്രം പറയുന്നത് ഒരു ഭാഗത്ത് മഹാനായ താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സ്പെയിനിൽ ചെന്ന മുസ്ലിങ്ങളുടെ കാലമുണ്ട്. ആ മുസ്ലിങ്ങളുടെ കാലത്തെ നമ്മൾ സാധാരണ അഭിമാനത്തോടെ പറയാറുണ്ട്, സ്പെയിനിൽ ഇസ്ലാമിൻ്റെ പ്രഭവകാലം. ആ സമയത്ത് ഇസ്ലാം സാംസ്കാരികമായി, സാഹിതീയമായി, ശാസ്ത്രീയമായി മുസ്ലിങ്ങൾ വലിയ ഉയർച്ചകൾ നേടിയ കാലമാണ്. മുസ്ലിം സ്പെയിൻ wrote one of the brightest chapters in the intellectual history of medieval Europe എന്ന് PK ഹിറ്റിയെ പോലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ പറഞ്ഞു വച്ച കാലമാണ്. മുസ്ലിം സ്പെയിനാണ് മധ്യകാല യൂറോപ്പിൻ്റെ ദൈക്ഷണികമായ ചരിത്രത്തിന് സുവർണാഭമായ ഏടുകൾ എഴുതി കൊടുത്തതെന്നാണ്. അവരുടെ സാഹിതീയമായ, അവരുടെ ശാസ്ത്രീയമായ, അവരുടെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളുടെ കാലം. പക്ഷേ അതോടൊപ്പം തന്നെ അവർ ചെയ്തു വച്ചൊരു ഭരണരീതിയുടെ സുഗന്ധമുണ്ട്. അത് ഇസ്ലാമിൻ്റെ ഭരണരീതിയുടെ സുഗന്ധമാണ്. അവിടെയും ഇതേ ചരിത്രകാരന്മാരൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ ഓർത്തു പറയാൻ, ആ സമയത്ത്, ആ കാലത്ത് യൂറോപ്പിലെ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ സ്വസ്ഥമായി ജീവിച്ചവരുടെ, അങ്ങനെ ജീവിക്കാൻ സാധിക്കുമായിരുന്ന ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ഭരണീയരായ ആളുകളുടെ കഥ പറഞ്ഞാൽ അതിൽ ജൂതന്മാരുടെ ഗോൾഡൻ ഏജ് എന്ന് പറയേണ്ടതും ഈ സ്പെയിനിലെ മുസ്ലിങ്ങൾ പാർത്തിരുന്ന, അവർ ഭരിച്ചിരുന്ന കാലമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തോട് കുഴപ്പമുണ്ടായിട്ടല്ല. ഇതും ചരിത്രം തന്നെയാണ് പറയുന്നത്. മാർക്ക് ആർ കോഹൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ദ ജൂസ് ഇൻ ദ മിഡിൽ ഏജസ് എന്ന പുസ്തകം നോക്കിയാൽ അതിൽ അദ്ദേഹം അണ്ടർ ക്രസൻറ്റ് ആൻഡ് ക്രോസ്, കുരിശിൻ്റെയും ചന്ദ്രക്കലയുടെയും ഇടയിലുണ്ടായിരുന്ന ജൂതന്മാർ എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ 2 കാലത്തും ഉണ്ടായിരുന്ന അവസ്ഥയിൽ അവിടെ ജൂതന്മാർ എങ്ങനെയാണ് ജീവിച്ചത്. അദ്ദേഹം പറയുന്നു, കമ്പയറിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ജൂസ് ഇൻ ദ മിഡിൽ ഇസ്ലാമിക് വേൾഡ് ആൻഡ് മിഡീവൽ ക്രിസ്ത്യൻ യൂറോപ്പ്, ദ ജൂസ് വെർ ഫാർ മോർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കോണമിക് ലൈഫ് ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി എന്നാണ്. ഇസ്ലാമിക് സൊസൈറ്റിയിലാണ് അവർ സാമ്പത്തിക ഭദ്രത നേടിയത്. ഫാർ മോർ ഇൻ്റഗ്രേറ്റഡ്, കൂടുതൽ ഉദ്ഗതപരമായിട്ടുള്ള, പുരോഗമനപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധ്യമായത് ക്രൈസ്തവ സമൂഹത്തിനിടയിലല്ല, മറിച്ച് മുസ്ലിങ്ങൾക്കിടയിലാണ്. 1492 വരെയുള്ള കാലമുണ്ട്, അതായത് സ്പെയിൻ്റെ ഇസ്ലാമിക പ്രഭാവത്തിൻ്റെ കാലം. അങ്ങനെ തന്നെ പറയുന്നു ചരിത്രകാരന്മാർ, അങ്ങനെ തന്നെ പറയുന്നു. ഈ 1492 ഫെർഡിനൻഡ് ഇസബെല്ലമാരുടെ മുമ്പിലേക്ക് സ്പെയിനിൻ്റെ അധികാരം പോകുന്നത്, അതായത് ക്രൈസ്തവ ലോകത്തേക്ക് സ്പെയിനിൻ്റെ അധികാരം പോകുന്നത് വരെയുള്ള കാലം, ആ കാലത്തെയാണ് ജൂതന്മാരുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ സ്വസ്ഥമായി ജീവിച്ച കാലം, അവരവരുടെ സാംസ്കാരികമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യവും ഉപയോഗിച്ച കാലം.
പക്ഷേ എന്തായിരുന്നു പിന്നെ യൂറോപ്പിലുണ്ടായിത്തീർന്നത്? ഞാൻ പല ഉന്നവും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എനിക്കത് പറയാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. പല സഹോദരന്മാരും ഏറ്റവും വലിയ അക്രമകാരികളായി മുസ്ലിങ്ങളെ കാണുമ്പോൾ എന്താ യൂറോപ്പിൻ്റെ ചരിത്രം, യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നൊന്ന് കാണാം. സെമിറ്റിക് മതങ്ങളെ മുഴുവനും അങ്ങനെ വിരുദ്ധ പക്ഷത്ത് നിർത്തുന്ന അവസ്ഥയെക്കുറിച്ചാണ് നേർക്കുനേരെ പറഞ്ഞാൽ ആൻറ്റി സെമിറ്റിസം. അങ്ങനെയല്ല, ആൻറ്റി ജൂസ് ആണ്. ജൂതന്മാരോട് നടത്തിയിട്ടുള്ള ക്രൂര വേട്ടയുടെ കാലം ചരിത്രമാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവുക. അവരെ ചുട്ടം കൊന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ജൂതന്മാരെ ഇവർ പ്ലേഗ് പരത്തുന്നവരാണെന്ന് മാത്രം പറഞ്ഞ് ചുട്ടുകൊന്നിട്ടുണ്ട് യൂറോപ്പിൽ. അതിനെ എല്ലാ മതാധികാരവും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള ആ ക്രൂര വേട്ടയ്ക്ക് വേണ്ടി സൈദ്ധാന്തികമായിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ. ഈ പറയപ്പെടുന്ന ജൂതന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് മതപരമായ പശ്ചാത്തലമൊരുക്കുന്ന, സൈദ്ധാന്തിക പശ്ചാത്തലമൊരുക്കുന്ന പുസ്തകങ്ങൾ യൂറോപ്പിൽ ഇറങ്ങി. അതിൻ്റെയൊക്കെ തിക്തഫലമായിരുന്നു 1940-കളിൽ നമ്മൾ കണ്ടത്. നാസി ജർമ്മനി, കേവലം ഒരു നാസി ജർമ്മനിയുടെ മാത്രം കഥയല്ല അത്. നാസി ജർമ്മനിയിൽ അന്നു നടന്ന ഹോളോകാസ്റ്റ് പോലത്തെ വലിയ ദുരന്തങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഭീകരമായ അർത്ഥത്തിലുള്ള പിന്നെ ജൂതന്മാരും തമ്മിൽ എന്നാണെങ്കിൽ അങ്ങനെയല്ല, മറിച്ച് ലോകത്ത് ഇസ്ലാം നടത്തിയിട്ടുള്ള അതിൻ്റെ നന്മ എന്ന് പറയുന്നത് നിങ്ങൾ കാണണം. ഈ പലസ്തീൻ്റെ ചരിത്രത്തിൽ നമുക്കത് കാണാം. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് നീണ്ട നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും ചരിത്രത്തെ മുഴുവൻ ചുരുക്കി വെച്ചാണ് ഞാനിത് പറയുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇസ്ലാമിക ഭരണകാലം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇസ്ലാമിക ഭരണകാലം, പിന്നെ അതങ്ങ് പോയി ബസൻ്റെയിൻ ചക്രവർത്തിമാരുടെ കയ്യിലിരിക്കുന്ന കാലത്താണ് ഏകദേശം 638 AD 638 സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കൈവശം പരിശുദ്ധ ബൈത്തുൽ മഖ്ദസിൻ്റെ താക്കോൽ കിട്ടപ്പെടുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിൻ്റെ ചരിത്രത്തെ ഏറ്റവും ആഹ്ലാദ നിർഭരമായൊരു സമയമാണ്. അന്ന് ആ കാലവും കുന്നിലേക്ക് ഇങ്ങനെ നോക്കി ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചൊരു വിളിയാളുണ്ട്, അല്ലാഹു അക്ബർ. ആ തക്ബീർ ധ്വനി ഇന്നും ചരിത്രത്തിൻ്റെ ഓർമ്മകളുടെ അലമാലകളിലൂടെ നമ്മളിങ്ങനെ കേട്ടുപോകും. അന്ന് ആ സിറിയയുടെ പ്രാന്തങ്ങളിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ചിത്രമുണ്ട്. പലസ്തീനിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് തൻ്റെ ഭൃത്യനെ ഇരുത്തി, എന്നിട്ട് ആ മൂക്ക് ഇങ്ങനെ പിടിച്ച് നടന്നു വരുന്ന ചിത്രം നോക്കിയിട്ടാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ, അങ്ങാരാണ്? അങ്ങ് സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച അത്രമേൽ ഇസ്ലാമിൻ്റെ വിജുഗീഷുവായി നിൽക്കുന്ന മഹാനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഭൃത്യനെ ഒട്ടകത്തിൻ്റെ പുറത്തിരുത്തി ഒരു ഭൃത്യനെ പോലെ നടന്നു വരികയാണ് പ്രിയപ്പെട്ട ഫാറൂഖ്. അങ്ങ് പോകുന്നത് എങ്ങാടെന്നറിയോ? ബസൻ്റെയിൻ സാമ്രാജ്യം അതിൻ്റെ എല്ലാ കാലത്തെയും പ്രതാപത്തോടെ ജീവിക്കുകയും വാഴുകയും ചെയ്തവരുടെ മുമ്പിലേക്ക്, രാജകീയമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചു നിൽക്കുന്ന സാമന്ത രാജാക്കന്മാരുടെ മുമ്പിലേക്ക്, മതകീയമായ വേഷത്തിൻ്റെ എല്ലാ ഭാവത്തോടുകൂടെ നിൽക്കുന്ന വലിയ ബിഷപ്പുമാരുടെ മുമ്പിലേക്കാണ് അങ്ങ് പോകുന്നത്. അങ്ങ് ഇങ്ങനെ ഈ കണ്ടം വെച്ച് തുന്നിയ വസ്ത്രങ്ങൾ ഉടുത്തിട്ടാണ് വരുന്നത് എന്നത് ഞങ്ങൾക്ക് കൂടി നാണക്കേടല്ലേ എന്നായിരുന്നു മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ അബൂ ഉബൈദയുടെ മുഖത്ത് നോക്കി ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, അബൂ ഉബൈദ, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് വിളിച്ചയാളാണങ്ങ്. അമീനു ഹാദിഹിൽ ഉമ്മ എന്നാണ് വിളിച്ചത്. അങ്ങനെ വിളിക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നു അബൂ ഉബൈദക്ക്. തൻ്റെ പ്രിയപ്പെട്ട പിതാവും മകനും തമ്മിൽ ബദറിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ, വാപ്പ അഷ്റഫുൽ ഖൽക്കിനെ പറഞ്ഞു തീരുമ്പോഴേക്കും, അവിടത്തെ ആക്ഷേപിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും, അതിനു മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാം മാറ്റിവെച്ച് തൻ്റെ കയ്യിലിരുന്ന ഈ വാളിങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കിപ്പിടിച്ച് വാപ്പയുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധ്യം ഉള്ളിൽ നിലനിർത്തിയിട്ട് നിൽക്കുമ്പോഴും പിതാവ് ഹബീബിനെ പറഞ്ഞു എന്ന് കാണുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ നിമിഷം കൊണ്ട് ആ ശിരസ്സെടുത്ത് പുണ്യനബിയുടെ മുമ്പിൽ വെച്ച ആളുടെ പേരാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് വിറച്ചുപോയ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞു കൊടുത്തത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹു വറസൂല.
ഇനി ഒന്നും പറയണ്ട. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയം പൊട്ടിപ്പോകും. അതുകൊണ്ട് നബിയെ, അങ്ങയോടുള്ള സ്നേഹം മാത്രമാണതെന്ന് വിചാരിച്ചാൽ മതി എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അമീനു ഹാദിഹിൽ ഉമ്മ. ആ അമീനു ഹാദിഹിൽ ഉമ്മയായിട്ടുള്ള മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് അമീനു ഹാദിഹിൽ ഉമ്മയാണ്. അങ്ങല്ലാത്ത മറ്റാരെങ്കിലുമായിരുന്നു ഈ വർത്തമാനം പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും ആലോചിക്കില്ലായിരുന്നു അയാളെ ശിക്ഷിക്കും. ലജഅൽതുഹു നകാലൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ പാഠമാക്കി ഞാൻ അയാളെ മാറ്റുമായിരുന്നു. എന്തുകൊണ്ടെന്നോ, ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഇസ്സത്ത് മുഴുവൻ നമുക്ക് നൽകിയത് ഇസ്ലാമാണ് അബൂ ഉബൈദ. ഈ ഇസ്സത്ത്, ഈ പ്രതാപവും ഈ വലിപ്പവും എല്ലാം നമുക്ക് നൽകി ഞാൻ പോകുന്നത് നാം ഏറെ കാത്തിരിക്കുന്ന ബൈത്തുൽ മഖ്ദസിൻ്റെ താക്കോൽ വാങ്ങാനാണ്. ബൈത്തുൽ മഖ്ദസിൻ്റെ താക്കോൽ വാങ്ങാൻ പാതിരിമാർ അവിടെ കാത്തു നിൽക്കുമ്പോൾ, സാമന്ത രാജാക്കന്മാർ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാനിങ്ങനെ പോകാൻ കാരണം എൻ്റെ മുമ്പിലെ പ്രതാപം ഇസ്ലാം മാത്രമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. മഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം, എപ്പോഴെങ്കിലും ഇസ്ലാമല്ലാത്ത മറ്റെന്തെങ്കിലും കൊണ്ട് ഈ പ്രതാപങ്ങൾ തേടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയാൽ അതല്ലനല്ലാഹ്, നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കീഴ്പ്പെടുത്തി കളയും. ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. അതല്ലനല്ലാഹ്, നമ്മളെ അല്ലാഹ് പരാജയപ്പെടുത്തും. അതുകൊണ്ട് അബൂ ഉബൈദ ഈ കണ്ടം വെച്ച് തുന്നിയ വസ്ത്രം എടുത്തിട്ട് തന്നെ പോകും ഉമർ. പക്ഷെ അബൂ ഉബൈദയുടെ ഒരു അഭ്യർത്ഥന മഹാനവറുകൾ നടത്തി. അതിതായിരുന്നു, പ്രിയപ്പെട്ട അബൂ ഉബൈദ, അങ്ങയുടെ കൊട്ടാരമൊന്ന് കാണണം. ഗവർണറാണല്ലോ അങ്ങ്. വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ബസൻറ്റൈൻ എന്ന് പറയുന്ന റോമയുടെ വലിയ സാമ്രാജ്യത്തിൻ്റെ വലിയ ഭാഗമെല്ലാം കീഴടക്കി നിൽക്കുന്ന ഒരു മഹാനായ പ്രതാപിയായ വലിയ സൈന്യാധിപൻ പാർക്കുന്ന കൊട്ടാരമൊന്ന് കാണണമെന്ന് പറഞ്ഞു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്കും അബൂ ഉബൈദ നാണിച്ച് ചുളിഞ്ഞു. എന്നിട്ട് അബൂ ഉബൈദ പറഞ്ഞു, വേണ്ട, എൻ്റെ കൊട്ടാരത്തിലേക്കൊന്നും വരണ്ട. അവസാനം അബൂ ഉബൈദയുടെ മുമ്പിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ നിർബന്ധം കടുപ്പിച്ചപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. കൊട്ടാരമായിരുന്നില്ല അത്, കുടിലെന്ന് പോലും പറയാനാവാത്ത വാസസ്ഥലം. അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അബൂ ഉബൈദ ഒരു പൂച്ചക്കുട്ടിയെ പോലെയായി. കാരണം ആരാ വന്നു നിൽക്കുന്നത്? സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സ്വീകരണം ഒരുക്കണം. തൻ്റെ മുമ്പിൽ അതിനൊരു പീഠം പോലുമില്ല, തൻ്റെ മുമ്പിൽ അതിനാവശ്യമായ ഭക്ഷണം പോലുമില്ല. എവിടെയോ ഒരു ഭിത്തിയിലെ തുടയിൽ നിന്ന്, അവിടെ ദ്വാരത്തിൽ നിന്ന് കിട്ടിയ ഒരു റൊട്ടി കഷ്ണം എടുത്തു കൊടുത്തു. അല്പം വെള്ളം തോൽസഞ്ചിയിലുണ്ടായിരുന്നു, ആ തോൽസഞ്ചിയിലെ വെള്ളവും കൊണ്ടുവച്ചു. അപ്പോഴേക്കും ലോകം കണ്ട ഈ മഹാവിജിഗീഷു വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി, മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഫാറൂഖ് പറഞ്ഞു, അബൂ ഉബൈദ, എല്ലാവരെയും മാറ്റുമ്പോഴും അബൂ ഉബൈദയെ അള്ളാഹു മാറ്റിയില്ലല്ലോ, അബൂ ഉബൈദയെ മാറ്റിയില്ലല്ലോ. ഇപ്പോഴും ഇങ്ങനെയാണ് അങ്ങ് ജീവിക്കുന്നത് എന്ന ബോധ്യം കൂടുതൽ ബോധ്യപ്പെടാനാണ് ഞാൻ അങ്ങയോടിത് പറഞ്ഞത്. എന്നിട്ട് പോയി. എന്നിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചെന്നു നിൽക്കുന്നുണ്ട് പലസ്തീനിൽ. അവിടെ ചെല്ലുമ്പോൾ ബൈത്തുൽ മഖ്ദസിൻ്റെ ചാരെ വലിയ വലിയ പ്രഗത്ഭരായ പാതിരിമാരുണ്ട്. അവിടെ ചെന്ന് മഹാനായ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഒരു കരാർ എഴുതി വെച്ചു. ഉഹദത്ത് ഉമർ എന്ന പേരിലാണ് ആ കരാർ അറിയപ്പെടുക. എന്താണ് ഉഹദത്ത് ഉമറിൻ്റെ പ്രത്യേകത? അവിടെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരാറ് പറയാൻ, ഈ നാട്ടിൽ ജീവിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാരടങ്ങുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ കനീസകളോ നിങ്ങളുടെ സിനഗോഗുകളോ മുസ്ലിങ്ങൾക്ക് തകർക്കാനല്ല, അവരുടെ ആചാരങ്ങളോ ആരാധനകൾക്കോ ഭംഗം വരുത്താൻ പോലും കഴിയാത്ത വിധം സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന മണ്ണായിരിക്കും ഫാറൂഖ് പറഞ്ഞു തരുന്ന ഇസ്ലാമിക സംസ്കൃതിയുടെ മണ്ണ് എന്ന് മഹാനായ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ഇടപെടൂല, നിങ്ങളുടെ വിശ്വാസാചാരങ്ങളിൽ ഞങ്ങൾ ഇടപെടൂല, നിങ്ങളുടെ കനീസകളിൽ, അതായത് നിങ്ങളുടെ ക്രൈസ്തവ ചർച്ചുകളിൽ, നിങ്ങളുടെ സിനഗോഗുകളിൽ, ജൂതഗേഹങ്ങളിൽ, ആരാധനാഗേഹങ്ങളിൽ ഞങ്ങളൊരിക്കലും വന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞു ഫാറൂഖ്. നീണ്ട കാലം, 1000ഓളം കൊല്ലം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഈ സംസ്കൃതി നിലനിൽക്കുന്ന മണ്ണിൽ ഒരർത്ഥത്തിലുള്ള ഒരു കുഴപ്പവും ഉണ്ടായെന്ന് ചരിത്രത്തിൽ ഒരാളും പറയൂല, ഒരാളും പറയില്ല. ഞാൻ എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ പറയാണ്, ഒരാൾക്കും പറയാൻ കഴിയില്ല. അതിനുശേഷം പിന്നെ കുരിശ് യുദ്ധം നടന്നു. ആ കുരിശ് യുദ്ധത്തിൻ്റെ പോലും ചരിത്രത്തിൽ നമ്മൾ പറയുന്നതല്ല, ചരിത്രകാരന്മാർ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. ആ കുരിശ് യുദ്ധം തുടങ്ങി വെച്ച അർബൻ പ്രഭുവിൻ്റെ മുമ്പിൽ ഒരു കത്ത് പോകുന്നത് ഇങ്ങനെയാണ്:
നമ്മുടെ യോദ്ധാക്കളുടെ പോരാട്ടത്താൽ നമ്മുടെ കുളമ്പുകൾ, അതായത് നമ്മുടെ കുതിരകളുടെ കുളമ്പുകൾ പോലും നനഞ്ഞു നിൽക്കുന്നത് ബൈത്തുൽ മഖ്ദസിൻ്റെ ഈ പരിസരത്തെ പാർത്തിരുന്ന മുസ്ലിങ്ങളുടെ രക്തത്താൽ കുളിച്ചു നിൽക്കുകയാണ് നമ്മുടെ കുതിരകളുടെ കുളമ്പുകൾ എന്നായിരുന്നു. അതാണ് അങ്ങനെയായിരുന്നു. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ മഹാനായ സയ്യിദുന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാ ഇതേ കുരിശ് യുദ്ധക്കാരിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഈ ഒരു മനോഹരമായൊരു ജയം നേടിയെടുത്തു. ബൈത്തുൽ മഖ്ദസ് തിരിച്ചു പിടിച്ചു. അപ്പോഴോ ഇതേ സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച്, സലാഹുദ്ദീൻ അയ്യൂബിയെ യൂറോപ്പ് വിളിക്കുന്നത് സലദ്ദീൻ എന്നാണ്. നിങ്ങൾക്ക് വായിക്കാം സലദ്ദീൻ. ആ സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച് പറയുന്നത് കാണാം. ആ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ഈ നേട്ടം നേടിയെടുക്കുമ്പോഴും അവിടെ ശത്രുപക്ഷത്തെ ഭടന്മാർക്ക് അവരുടെ വീട്ടിലേക്ക് സുരക്ഷിതമായി പോകാൻ ആവശ്യത്തിനുള്ള വഴിച്ചെലവ് കൊടുക്കാൻ പോലും തയ്യാറായ നീതിബോധത്തിൻ്റെ പേരാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ആ ചരിത്രത്തെ പിന്നെയും നൂറ്റാണ്ടുകളിലേക്ക് നമുക്ക് കാണാം. 1367 പിന്നെ ഇസ്ലാം അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്ത് സ്ഥാപിതമാകുന്നത്. നൂറ്റാണ്ടുകൾ മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലാണ്. 1914 ഒന്നാം ലോകമഹായുദ്ധം വരെ, ഒന്നാം ലോകമഹായുദ്ധാനന്തരമാണ് ബാൾഫർ ഉടമ്പടി ഉണ്ടാകുന്നത്. വെറുതെ ഓർക്കുകയാണ്. 1917 ബാൾഫർ ഉടമ്പടി. ആർത്തർ ബാൾഫർ അദ്ദേഹമാണ് അന്ന് ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി. അദ്ദേഹമാണ് പിന്നീട് അവിടേക്ക് ജൂതന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാർക്ക് കുടിയേറ്റം നടത്താനുള്ള ഈ പ്രഖ്യാപനം നടത്തുന്നത്. അതാണ് നമ്മൾ കാണുന്ന ചരിത്രത്തിലെ ബാൾഫർ ഡിക്ലറേഷൻ. അതുവരെ അങ്ങനെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരുന്ന ജൂതന്മാർക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ കുടിയേറ്റങ്ങൾ ഇത്തരം ഒരു ഭീകരമായ ദുരന്തത്തിലേക്ക് എത്തുമെന്നുള്ള ചരിത്രബോധം ഉണ്ടായിരുന്നു തുർക്കി ഇസ്ലാമിയ ഖിലാഫത്തിൻ്റെ നേതാക്കന്മാർക്ക്. മഹാനായ സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ കാലം, സുൽത്താൻ അബ്ദുൽ ഹമീദ് അദ്ദേഹത്തോടും ഇതുപോലെ യൂറോപ്പ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഒരു ചാൺ പോലും കൊടുക്കില്ല പലസ്തീനിൽ മറ്റൊരു സ്ഥലത്തു നിന്ന് വരുന്ന ജൂതന് എന്നായിരുന്നു. അത് കുടിയേറ്റമാണ്. ആ കുടിയേറ്റം പിന്നീട് അക്രമമായി മാറുമെന്ന ബോധ്യമുണ്ടായിരുന്നു കണ്ടാണ് മഹാനായ സുൽത്താൻ അബ്ദുൽ ഹമീദ് അങ്ങനെ പറഞ്ഞത്. 1917 ബാൾഫർ ഡിക്ലറേഷനിലൂടെ അത് സ്ഥാപിതമായി. 948 ലോക ചരിത്രത്തിൽ ഏറ്റവും നിന്ദ്യമായ ഒരു രാജ്യസ്ഥാപനത്തിൻ്റെ വഞ്ചന നടന്നു. അതാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിനെ നോക്കിയിട്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ആ ഇസ്രയേൽ സ്ഥാപിതമാകുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം, ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യക്കാർക്കൊരു പ്രത്യേകമായിട്ടുള്ള അതിനോടുണ്ടായിത്തീരുന്ന ഒരു സ്വാഭാവികമായ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹം പലസ്തീനിലെ അറബികൾക്ക് ആ പലസ്തീനോടുണ്ട്. അത് അവരുടെ സ്വന്തം നാടാണ്. പലസ്തീൻ ബിലോങ്സ് ടു ദ അറബ്സ് ഇൻ ദ സെയിം സെൻസ് ദാറ്റ് ഇംഗ്ലണ്ട് ബിലോങ്സ് ടു ദ ഇംഗ്ലീഷ് ഓർ ഫ്രാൻസ് ടു ദ ഫ്രഞ്ച് എന്നാണ് മഹാത്മാഗാന്ധി എഴുതിയത്. പലസ്തീൻ അറബികളുടേതാണ്. അറബികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ 20% ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു പോയ, കരളലിയിപ്പിക്കുന്ന വിധം രക്തച്ചൊരിച്ചിൽ നടന്ന ബൈത്തുൽ ലഹമിൻ്റെ തെരുവുകളിൽ ഇനി എന്തിനാണ് ഇന്നത്തെ ഈ ദിവസം ക്രിസ്മസ് എന്ന് ചോദിക്കാൻ അവിടുത്തെ ബിഷപ്പ് തയ്യാറായത്. അതുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നു. കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുള്ള നാട്ടിൽ നമുക്ക് ആഘോഷമോ? ഉണ്ണിയേശുവിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയോ എന്ന് ചോദിക്കുകയായിരുന്നു ആ നാട്ടിലെ ബിഷപ്പ്. ബൈത്തുൽ ലഹം സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ജന്മനാട്. മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്രായേൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ ലഹമിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മസ്ഥലം സന്ദർശിച്ചു എന്ന് ചില തഫ്സീറുകളിൽ കാണാം. കാരണം ഇസ്രായിലുള്ള യാത്രക്കിടയിൽ മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ മസാറുകളിൽ ചെന്ന് അവരോടെല്ലാം അങ്ങനെ ഒരു സന്ദർശനം നടത്തി. എന്നാൽ അതോടൊപ്പം മഹാനായ തൻ്റെ സഹോദരൻ സയ്യിദുന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മസ്ഥലത്ത് പോയി അവിടെയും ചെന്നു നിന്നിരുന്നു മുഹമ്മദ് മുസ്തഫയെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ ഓർക്കുക, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതക്ക് സൗഭാഗ്യകരമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആ നാടിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തട്ടെ. ബൈത്തുൽ മഖ്ദസ് എന്നത് നമ്മുടെ പുണ്യഭൂമിയാണ്, ലോകത്തിൻ്റെ പുണ്യഭൂമിയാണ്, മാനവ സംസ്കൃതിയുടെ വിളനിലയമാണ്, പ്രവാചകന്മാരുടെ കളിസ്ഥലമാണ്,
പ്രവാചകന്മാർ കളിച്ചുല്ലസിച്ചു നടന്ന ഒരു മുറ്റമാണ് ബൈത്തുൽ മഖ്ദസിൻ്റെ മുറ്റം. ആ മുറ്റത്താണ് വഹ്യ് അപാരമാം വിധം പ്രവാചകന്മാരുടെ കർണപുടങ്ങളിലേക്ക് വന്നത്. പലപ്പോഴും ബൈത്തുൽ മഖ്ദസിലാണ്. യാക്കൂബ് നബി, സുലൈമാൻ നബി, ദാവൂദ് നബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകന്മാർ കളിച്ചുല്ലസിച്ചു നടന്ന നാടാണ്. അവരുടെ വീട്ടുമുറ്റമാണ്. ആ വീട്ടുമുറ്റത്തേക്കാണ് തങ്ങളുടെ സഹോദരന്മാരെ മുഴുവനും കണ്ടാസ്വദിച്ച് ആ ആസ്വാദനത്തിൻ്റെ മുഴുവൻ സായുജ്യ സ്വഭാവത്തോടു കൂടെ ആകാശം കയറാൻ മുഹമ്മദ് മുസ്തഫ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജും ഇസ്റാഉം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അത്ഭുതമായി മാറുമ്പോൾ അതിൻ്റെ എല്ലാം അത്ഭുതകരമായിട്ടുള്ള അതിൻ്റെ സംയോജനത്തിൻ്റെ മുഹൂർത്ത സ്ഥലം അത് മഹാനായ സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിൻ്റെയും ഇസ്രാഇൻ്റെയും സ്ഥലം അതും ബൈത്തുൽ മഖ്ദസാണ്. അതുകൊണ്ട് ആ മണ്ണ് കണ്ണീരണിയുന്നത്, ആ മണ്ണിൽ നിന്ന് പ്രഭവം കൊണ്ട മഹാന്മാരായ എത്രയോ വലിയ പണ്ഡിതന്മാർ നമുക്ക് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ ഓർക്കുക. അവർ ജനിച്ചത് ഗസയിലാണ്. ആ ഗസയിൽ നിന്നാണ് പിന്നീട് മക്കയിലേക്ക്, പിന്നെ മദീനയിലേക്ക്, പിന്നെ അങ്ങനെ ഈജിപ്തിലേക്ക്, ഇറാഖിലേക്ക്, അങ്ങനെ ദേശാന്തരങ്ങൾ നടന്നു പോകും. ദേശാന്തരങ്ങൾ നടക്കുക എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന തൻ്റെ വല്യുപ്പാപ്പയുടെ പണിയാണ്. ദേശാന്തരങ്ങൾ കടന്നു പോയിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രചാരം നടത്തിയത്. അതേ പണി തന്നെ ചെയ്ത ആളാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഷാഫി റളിയല്ലാഹുവിന് ജനിച്ച നാടാണ് ഗസ. ഒരു കൊച്ചു മുനമ്പാണ്. ആ മുനമ്പ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ജയിലാണ്. ആ ജയിലിനുള്ളിൽ മറ്റൊരു സ്ഥലത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ ശരീരങ്ങളിലേക്ക് നിരന്തരമായി ബോംബിടപ്പെടുകയാണ്. കുഞ്ഞുമക്കൾ കൊല്ലപ്പെടുകയാണ്. കുഞ്ഞുമക്കളെ കൊല്ലണമെന്നാണ് ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ശേഷം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ്റെ പ്രഖ്യാപനം അങ്ങനെയായിരുന്നു. നിങ്ങൾ അമാലേക്കുമായി യുദ്ധം ചെയ്യുമ്പോൾ അവരെ മുഴുക്കൻ നശിപ്പിച്ചു കളയണം. ഡിസ്ട്രോയ് ദം ഓൾ ആൻഡ് ദെയർ ബിലോങ്ങിങ്സ്, പുട്ട് ദം ടു ഡെത്ത്. അവരെ നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കണം. മെൻ, വിമൻ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അങ്ങനെ പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. അല്ല, ചിൽഡ്രൻ, ഇൻഫൻസ്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി കൊന്നേക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞൊരു ഭരണകൂടമാണ് ഇസ്രായേൽ ഭരണകൂടം. ആരും പറഞ്ഞില്ല അതിന് മതരാഷ്ട്രവാദമെന്ന്. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദത്തിൻ്റെ ഭീകരതെന്ന് വിളിച്ചു കൂവുന്നവരൊന്നും അത് പറഞ്ഞില്ല. അതൊരു മതപുസ്തകത്തെ, ഒരു വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു വേദപുസ്തകത്തിലെ പ്രത്യേക പരാമർശത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രി തൻ്റെ സൈന്യത്തോട് പറയുന്നത്. അതിന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യക്കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ജനോസിഡ്, വംശഹത്യ, റേഷ്യൽ ജനോസിഡ്, ആ അർത്ഥത്തിലൊരു വംശഹത്യ നടക്കാൻ, മനുഷ്യരെ നിരന്തരം കൊന്നുതള്ളുന്ന അതിഭീകരമായ കാലം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റങ്ങളും സമാധാനവും അള്ളാഹു കൊണ്ടുവരട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഉമ്മമാരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. ഭീകരമാം വിധമുള്ള ഈ ബോംബിങ്ങിൽ നിന്ന്, ഈ ഭീകരമായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് ആ കുഞ്ഞുമക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, ആ പൈതങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. 40,000-ഓളം മനുഷ്യർ, അതിൽ 20,000-ഓളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വെറുതെ ഔദ്യോഗിക കണക്കാണ്. അതിനേക്കാളും എത്രയായിരിക്കും? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തട്ടെ.